ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. വേദങ്ങളും പ്രപഞ്ചവും ഭാരതീയ വിജ്ഞാനങ്ങളുടെയെല്ലാം അടിസ്ഥാനമായ വേദങ്ങൾ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. വേദങ്ങൾ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ച് പല സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും വേദങ്ങളിലും പുരാണങ്ങളിലും കാണാം. ദൂരദർശിനികളിലും മറ്റ് ആധുനിക ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും സൂക്ഷ്മമായ അറിവുകൾ നേടിയെടുക്കുവാൻ നമ്മുടെ ഋഷിമാർക്ക് കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ദൂരദർശിനികളും ആധുനിക ഉപകരണങ്ങളും ഒക്കെ ഉണ്ടായത്. മാസങ്ങൾ, ഋതുക്കൾ, സംവത്സരങ്ങൾ എന്നിവയെക്കുറിച്ച് വേദങ്ങളിൽ പല പരാമർശങ്ങളുമുണ്ട്. ദേവായനം എന്ന ഉത്തരായണം, സൂര്യഗ്രഹണം, 27 നക്ഷത്രങ്ങൾ, 12 രാശികൾ, ചാന്ദ്രമാസങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായ പരാമർശങ്ങൾ വേദങ്ങളിൽ കാണാം. സത്രം എന്ന യജ്ഞത്തിൻ്റെ ആദ്യ പകുതി വിഷുവദ്ദിനത്തിനു മുമ്പും രണ്ടാം പകുതി വിഷുവദ്ദിനത്തിന് ശേഷവും നടത്തണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന് അന്നത്തെ ഋഷീശ്വരന്മാർ അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ആധുനിക ശാസ്ത്രം കോപ്പർനിക്കസിനാണ് ഈ ബഹുമതി ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ പുരുഷ സൂക്തം അനേക കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമടങ്ങിയ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രതീകാത്മകമായ വർണ്ണനയാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നു, അനേക വക്ത്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാവരണം, ദിവ്യാനേകോദ്യതായുധം, ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗ പതുദ്ധിത യദിവ സദ്യസി സാ സ്യാത് ഫാസസ്തസ്യ മഹാത്മന. എണ്ണമറ്റ മുഖങ്ങളോടും കണ്ണുകളോടും കൂടിയതും കണക്കല്ലാത്ത അത്ഭുത കാഴ്ചകളോട് കൂടിയതും അനേകം ദിവ്യാഭരണങ്ങളോട് കൂടിയതും ഉയർത്തിപ്പിടിച്ച അസംഖ്യം ദിവ്യായുധങ്ങളോട് കൂടിയതും ദിവ്യമാലകളും ദിവ്യവസ്ത്രങ്ങളും ധരിച്ചിട്ടുള്ളതും ദിവ്യ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ടുള്ളതും പല പല ആശ്ചര്യങ്ങൾ നിറഞ്ഞതും പ്രകാശസ്വരൂപവും അറ്റം കാണാനാവാത്തതും സർവത്ര മുഖമുള്ളതുമായിരിക്കുന്ന ആ സ്വരൂപം ആകാശത്തിൽ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലത്ത പ്രഭ ആ മഹാത്മാവിൻ്റെ പ്രഭയ്ക്ക് തുല്യമായേക്കാം. വിരാട് സ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്ത ആ മഹത് രൂപം, വിരാട് സ്വരൂപം, അതാണ് പറയുന്നത്. സ്വാമി ചിന്മയാനന്ദൻ്റെ വ്യാഖ്യാനമാണിത്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അതിമനോഹരമായ മറ്റൊരു ചിത്രമല്ലേ ഇത്? പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഭാരതീയ സിദ്ധാന്തം ലോകത്തിലെ മറ്റേതൊരു സൃഷ്ടി സിദ്ധാന്തങ്ങളെക്കാളും സൂക്ഷ്മവും അർത്ഥവത്തുമാണ്. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും ഭാരതീയ സൃഷ്ടി തത്വത്തിൽ നിന്നും നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിയും. നാസദീയ സൂക്തം ഋഗ്വേദത്തിലെ പ്രപഞ്ച സൃഷ്ടിക്രമത്തെ വിശദമാക്കുന്നുണ്ട്. ശബ്ദത്തിൽ നിന്നാണ് ജഗത്തിൻ്റെ സൃഷ്ടി. ആദിയിൽ സത്തും അസത്തും ഇല്ലാതിരുന്ന, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളില്ലാതിരുന്ന, രാപ്പകലുകളില്ലാതിരുന്ന, ജീവനും മരണവും ഒന്നുമില്ലാതിരുന്ന അവസ്ഥയായിരുന്നു. അവിടെ ഉപാധിരഹിതമായ ഒരു ചൈതന്യബോധം മാത്രം തന്നിൽ നിന്നും പരിണമിക്കേണ്ടതായ വിശ്വത്തെപ്പറ്റിയുള്ള ധാരണയോടെ വർത്തിച്ചു. അജ്ഞാന ആവരണത്താൽ മൂടപ്പെട്ട് കിടന്ന
ആ ചൈതന്യ ബോധത്തിനുള്ളിൽ തപസ്സിൻ്റെ മഹിമയാൽ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ദാഹമുണർന്നു. നിർഗുണമായ ചൈതന്യത്തിലുണ്ടായ ശക്തിയുടെ ആദിമമായ ആ ചലനമാണ് നാദവിസ്ഫോടനം. നാദത്തിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് പൃഥ്വിയും ഉണ്ടായി. തുടർന്ന് പഞ്ചീകരണമെന്ന വിശിഷ്ടവുമായ പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം എങ്ങും ഇതുവരെ ആവിഷ്കൃതമായിരിക്കാനിടയില്ല എന്ന് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചാൽ മനസ്സിലാകും. അത് വിഷയബാഹ്യമായ കാര്യമായതിനാൽ ഇവിടെ ഒഴിവാക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തം 1924 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ ആവിഷ്കരിച്ച ബിഗ് ബാങ് സിദ്ധാന്തവുമായി ചേർത്ത് വായിക്കുക കൗതുകകരമാണ്. ഈ പ്രപഞ്ചം മഹാവിസ്ഫോടനത്തിന് ശേഷം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാലാന്തരത്തിൽ ഇത് വീണ്ടും ചുരുങ്ങി വരുമെന്നുമാണ് ബിഗ് ബാങ് സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ഈ സിദ്ധാന്തത്തെ ഭാരതീയമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്ന ഫ്രിജോഫ് കാപ്രയുടെ ഒരു അഭിപ്രായമുണ്ട്. ദ ഐഡിയ ഓഫ് എ പീരിയോഡിക്കലി എക്സ്പാൻഡിങ് ആൻഡ് കോൺട്രാക്റ്റിംഗ് യൂണിവേഴ്സ് വിച്ച് ഇൻവോൾവ്സ് എ സ്കെയിൽ ഓഫ് ടൈം ആൻഡ് സ്പേസ് ഓഫ് വാസ്റ്റ് proportions has arisen not only in modern cosmology but in ancient Indian mythology, experiencing the universe as an organic and rhythmically moving cosmos. The Hindus were able to develop evolutionary cosmologies which come very close to our modern scientific models. One of these cosmologies is based on the Hindu myth of Laila, the divine play in which Brahman transforms himself into the world. Laila is a rhythmic play which goes on the endless cycles. The one becoming in the many and many returning into the one, the Tao of physics. വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഈ പ്രപഞ്ച പ്രതിഭാസത്തെക്കുറിച്ച് തന്നെയാണ് സർവഭൂതാനി കൗന്ദേയ പ്രകൃതം യാന്തി മാമികാം കൽപശ്രയേ പുനഃസ്ഥാനി കൽപാദോ സൃജാമ്യഹം എന്ന് ഭഗവത്ഗീത പറയുന്നത്. അല്ലയോ അർജുന, കൽപ്പാവസാനത്തിൽ സർവചരാചരങ്ങളും എൻ്റെ പ്രകൃതിയിൽ ലയിക്കുന്നു. വീണ്ടും അടുത്ത കൽപ്പം തുടങ്ങുമ്പോൾ അവയെ ഞാൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എത്രയേറെ സൂക്ഷ്മവും യുക്തിഭദ്രവുമാണ് ഈ സങ്കല്പം. സൃഷ്ടി, പ്രകൃതി, പ്രപഞ്ചം, ജനനം, മരണം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ശാസ്ത്രം നൽകുന്ന അറിവുകളേക്കാൾ സുവ്യക്തവും യുക്തിഭദ്രവുമായ ജ്ഞാനം ഭാരതീയ ആചാര്യന്മാർക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞു എന്നത് തർക്കമറ്റ കാര്യമാണ്. ഇത്തരത്തിലുള്ള ദിവ്യജ്ഞാനത്തിൽ കൂടി ഋഷീശ്വരന്മാർക്ക് വെളിപ്പെട്ട വേദങ്ങളിൽ സകല ദർശനങ്ങളും വിജ്ഞാനങ്ങളും അടങ്ങിയിരിക്കുന്നു. സകല സനാതന തത്വങ്ങളും അടങ്ങിയിരിക്കുന്ന വേദങ്ങളുടെ പഠനം നമ്മെ പ്രപഞ്ച സത്യത്തിലേക്ക് എത്തിക്കുന്നു. 6 അംഗങ്ങളാണ് വേദങ്ങൾക്കുള്ളത്. ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ് എന്നിവയാണവ.
ശിക്ഷ വർണ്ണം, സ്വരം, ഉച്ചാരണം, മാത്ര തുടങ്ങിയവയെ പ്രതിപാദിക്കുന്നു. സ്വരവർണ്ണങ്ങൾ പിഴയ്ക്കാതെ അതിസൂക്ഷ്മമായി മന്ത്രം ജപിക്കുവാൻ പഠിപ്പിക്കുന്നു. അതാണ് ശിക്ഷ. കൽപ്പം യാഗാദി കർമ്മങ്ങൾ, ആചാരക്രമങ്ങൾ എന്നിവയെ വിവരിക്കുന്നു. അതാണ് കൽപ്പം. വ്യാകരണം വേദാർത്ഥ ഗ്രഹണത്തിനും ശബ്ദജ്ഞാനത്തിനും പദപ്രയോഗശുദ്ധിക്കും സഹായിക്കുന്നു. അതാണ് വ്യാകരണം. നിരുക്തം വേദത്തിലെ ശബ്ദാർത്ഥ നിർണയത്തിന് സഹായിക്കുന്ന ഉത്പത്തി ശാസ്ത്രമാണ് നിരുക്തം. ഛന്ദസ് വേദമന്ത്രങ്ങളുടെ വൃത്തങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ഛന്ദസ്. ജ്യോതിഷം യാഗാദി കർമ്മങ്ങളും യജ്ഞങ്ങളും ശുഭമുഹൂർത്തത്തിൽ ആരംഭിക്കുന്നതിന് സഹായിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം. ഋഗ്ജ്യോതിഷം, യജുർജ്യോതിഷം, അഥർവജ്യോതിഷം എന്നിവ മുഖ്യ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ. ഈ ജ്യോതിഷത്തിന് അനേകം ശാഖോപശാഖകളുമുണ്ട്. ഇങ്ങനെ വേദങ്ങളുടെ 6 അംഗങ്ങളെക്കുറിച്ച് പാണിനി മഹർഷി പറഞ്ഞിരിക്കുന്നത് ഉത്തമമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഛന്ദപാദോ തു വേദസ്യ അസ്തോ കൽപ്പോ അത പഠ്യതേ ജ്യോതിഷാമയനം ചക്ഷുർ നിരുക്തം ശ്രോത്രമുച്യതേ ശിക്ഷാക്രാണം തു വേദസ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാത് സംഗമ ദീത്യൈവ ബ്രഹ്മലോകേ മഹീയതേ. ഛന്ദസ്സിനെ കാലുകളായും കൽപ്പത്തെ കൈകളായും ജ്യോതിഷത്തെ നേത്രമായും നിരുക്തത്തെ ശ്രോത്രമായും ശിക്ഷയെ ക്രാണേന്ദ്രിയമായും വ്യാകരണത്തെ മുഖമായും രൂപകം ചെയ്തിരിക്കുന്നു. ഇവിടെ ജ്യോതിഷത്തിൻ്റെ വേദത്തിൻ്റെ കണ്ണായി പരിഗണിച്ചിട്ടുള്ള അതിൽ നിന്നും നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ജ്യോതിഷത്തെ വേദത്തിൻ്റെ കണ്ണായാണ് പരിഗണിച്ചിരിക്കുന്നത്. അത് സൂക്ഷ്മമായി ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് കാരണം. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.